ഹലോ ഗൈസ്, വെൽക്കം മൈ ചാനൽ ജോയോഗ്രാഫ്സ്. ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു ഫ്ലോറിലാണ് വരയ്ക്കുന്നത്. അത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്ത് സ്റ്റിച്ച് ചെയ്യാനാണ്. അതെ, നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ഒന്നുമല്ല, മെഷീൻ എംബ്രോയ്ഡറിയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉഷ ബ്രാൻഡിൻ്റെ ജെനോ മെഷീനിൽ എങ്ങനെയാണ് മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഓൾറെഡി ഞാൻ പ്രീവിയസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ആക്ച്വലി ബേസിക്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നതെന്നുള്ള കാണിക്കുന്നുള്ളൂ. ഇന്നിപ്പോൾ ഞാനൊരു ഫ്ലോറിൽ ട്രൈ ചെയ്യുന്നതാണ്. അതിൻ്റെ മോഡ്സും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഇത് മോഡ്സൊക്കെ നിങ്ങൾക്ക് സ്പീഡായിട്ടാണ് തോന്നുന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ ബേസിക്സ് നല്ല രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അതെന്തായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ ഒരു വരച്ചേക്കുന്നതിൻ്റെ ഔട്ടറാണ് ആദ്യമേ കൊടുക്കുന്നത്. ഒരു റെഡ് ഫ്ലവർ, ദെൻ യെല്ലോ ഒരു കോമ്പിനേഷൻ കൊടുക്കുന്നുണ്ട്. അതിലൊരു ഗ്രീൻ ലീഫിൻ്റെ കോമ്പിനേഷനോടെ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന ഫ്രെയിമാണ് ഇടുന്നത്. നമ്മൾ നോർമലി നല്ല പോർഷൻ ഇടുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ടൈറ്റ് ചെയ്തിട്ട് നല്ല പോർഷൻ അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിലാണ്. പക്ഷേ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നേരെ തിരിച്ച് അകത്താണ് നമ്മളുടെ നല്ല പോർഷൻ ക്ലോത്ത് വരേണ്ടത്. അതിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടെടുക്കുന്നത്. ഞാനിപ്പോൾ ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഔട്ടർ കൊടുത്തിട്ട് ഓരോന്നും ഫില്ല് ചെയ്ത് പോവാണ്. വരച്ചതൊന്നാണ് കിട്ടിയത്. ലാസ്റ്റ് വരുമ്പോഴത്തേനും അതിൻ്റെ ഔട്ട് വരുന്നത് വേറൊന്നാണ്. പക്ഷേ എന്തൊരു ഭംഗിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും കാണുമ്പോൾ ഇഷ്ടപ്പെടും. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഞാൻ ആ യെല്ലോ കോമ്പിനേഷനോടെ സെൻട്രൽ പോർഷനിലായിട്ട് കൊടുക്കുന്നുണ്ട്. റെഡ് ഫ്ലവർ അല്ലേ, അപ്പോൾ അതിലൊരു ചെറിയൊരു ഭംഗി ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മെഷീനിൽ ഇത് ട്രൈ ചെയ്യുന്നത്. മെഷീൻ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് ഞാൻ ഇതിൽ എംബ്രോയ്ഡറി ചെയ്യാമെന്നൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ ബേസിക്സ് മാത്രം നോക്കിയിട്ടേ ഉള്ളൂ. ഒരു ഫ്ലോറിൽ ഞാൻ ചെയ്ത് നോക്കുന്നത് ആദ്യമായിട്ടാണ്. അത്ര വലിയ ഫിനിഷിംഗ് ഒന്നുമില്ല, പക്ഷേ ഔട്ട് ലാസ്റ്റ് വരുമ്പോഴത്തേനും എന്തോ ഒരു ഭംഗിയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു യെല്ലോ കോമ്പിനേഷൻ്റെയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻട്രൽ പോർഷനിലും ആ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു പെറ്റൽസിലുമാണ് ആ ഒരു യെല്ലോ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഗ്രീൻ ലീഫാണ് ഫിനിഷ് ചെയ്ത് പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഔട്ടർ കൊടുക്കുന്ന ലീഫിൻ്റെയൊക്കെ ഞാൻ ചെയ്തു വന്നപ്പോഴത്തേന് എനിക്ക് വേറെ മൈൻഡിൽ വേറെ ഡിസൈനൊക്കെ വന്നപ്പോൾ അതൊക്കെ അങ്ങ് വെച്ച് ജസ്റ്റ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഇടുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. എംബ്രോയ്ഡറി ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാൻ നേരത്തെ ഒരു ബേസിക്സ് ഇട്ടിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബേസിക്സ് ഇട്ടപ്പോൾ തന്നെ അത് എംബ്രോയ്ഡറി ചെയ്യുന്നതായിട്ട് ഇടാവോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത് കണ്ടു. നല്ല ഭംഗി കിട്ടിയിട്ടുണ്ട്. എന്തോ ഒരു ഡിസൈനൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഫ്ലവർ